എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. സേമിയ വെച്ചിട്ട് നല്ല മധുരമുള്ളൊരു സ്നാക്സാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഉണ്ടാക്കി കഴിഞ്ഞാൽ 3-4 ദിവസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരിയ സേമിയ ഉണ്ടല്ലോ, പാകിസ്ഥാനി സേമിയ എന്ന് പറയും, ആ ഒരു സേമിയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കുറച്ച് വണ്ണുള്ള സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല, നേരിയതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ അത് ഈ ബട്ടറിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് മാറണം കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത സേമിയ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്, എന്നാൽ പോലും കുറച്ചധികം സമയമെടുത്ത് നല്ല ക്രിസ്പിയാക്കി എടുക്കണം. നമുക്കതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സൗണ്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് കഴിച്ച് നോക്കുമ്പോഴും മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ സേമിയ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർത്തത്. ബദാമും കശുവണ്ടിയും കൂടി ഒന്ന് നുറുക്കിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നട്ട്സും കൂടി കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ നല്ല ക്രിസ്പിയായി വന്നതിൻ്റെ സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ അത്രയും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 ടിന്നോളം, നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു മീഡിയം സൈസിലുള്ള ടിന്നുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു 390 ml അങ്ങനെ എത്രയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പാകത്തിനുള്ളൊരു മധുരം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും അളവ് ചേർത്തപ്പോൾ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള അത്രയും സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നും. അത് നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ 3-4 മിനിറ്റ് ഇളക്കി അതിങ്ങനെ വറ്റി നമ്മുടെ സേമിയയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് വരണം. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്, അല്ലെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റോ ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വീട്ടിൽ കുഴച്ചെടുക്കുന്ന മാവാണെങ്കിൽ നല്ലോണം നെയ്യ് അല്ലെങ്കിൽ ഡാൽഡയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കുകയെങ്കിൽ മാത്രമേ ഷീറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഷീറ്റാണ് നല്ലത്. അപ്പോഴാണ് ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഷീറ്റ് ഞാൻ ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ക്രോസ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു സേമിയ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ എടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് കണ്ടില്ലേ, കൈ വിരൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് ടൈറ്റാക്കി കൊടുക്കുക. നല്ലോണം ടൈറ്റാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നല്ലോണം പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുമ്പോഴും മാക്സിമം നമുക്ക് പറ്റുന്നത്രയും ടൈറ്റാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ സൈഡ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നൊന്നുമില്ല, കാരണം ഈ സേമിയ മിക്സ് നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ എണ്ണയിലൊന്നും അത് ഇളകി വരുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഞാൻ ഒട്ടിക്കുന്നില്ല, ഈ അറ്റം മാത്രം ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മൈദയുടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അറ്റം മാത്രം ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സൈഡൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം, പക്ഷെ അത് നിർബന്ധമില്ല. ഇതുപോലെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡൊന്നും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഈ ഒരു റോള് മുഴുവനും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ എണ്ണയിലിട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഫ്രൈ ചെയ്യരുത്, ചെറിയ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇത് കടിക്കുന്ന സമയത്ത് നല്ല കറുമുറാന്നിരിക്കണം. ആ ഒരു രീതിയിലാവാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ എയർ ഫ്രയറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ വെച്ചിട്ട് 10 മുതൽ 12 മിനിറ്റ് സമയം വരെയാണ് ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കും വേണം, അടിഭാഗം കൂടി ഒന്ന്
ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് എയർ ഫ്രയറിൽ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ചധികം ഞാൻ ചെറിയ തീയിൽ വെച്ചതുകൊണ്ട് കുറച്ച് സമയം എടുത്തു. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം. ഇത് കണ്ടില്ലേ, മുഴുവനും ഇതേപോലെ നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മുകളിൽ കുറച്ച് കാരമൽ സിറപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തുമായിട്ട്. അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ മേപ്പിൾ സിറപ്പോ നിങ്ങൾക്ക് ഏത് സിറപ്പ് ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ കാരമൽ സിറപ്പ് ഇതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മുകളിലങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സിറപ്പാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്